സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കണ്ണൂർ, വയനാട്, ഇടുക്കി ജില്ലകളിലാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. നാളെയും മറ്റന്നാളും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. സ്വന്തന സാജുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. സ്വന്തന, മഴ കനക്കുകയാണ്, ശക്തമായിട്ടുള്ള മഴയുണ്ടാകും, ഓറഞ്ച് അലർട്ടാണ്. എവിടെയൊക്കെ, എങ്ങനെയൊക്കെ? ശ്രുതി, ഒരു ഇടവേളയ്ക്ക് ശേഷം മഴ കനക്കുകയാണ്, കാലവർഷം ശക്തി പ്രാപിക്കുകയാണെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അലർട്ടുകൾ പ്രകാരം നമുക്ക് മനസ്സിലാകുന്നത്. അടുത്ത മാസം 2-ാം തീയതി, അതായത് ഓഗസ്റ്റ് 2 വരെ വരുന്ന ഒരു 5 ദിവസത്തേക്കുള്ള മഴ മുന്നറിയിപ്പാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 5 ദിവസവും അതിശക്തമായ മഴ സംസ്ഥാനത്തുണ്ടാകും എന്നുള്ള കാര്യം തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നിപ്പോൾ 11 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ തന്നെ 3 ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തിക്കൊണ്ട് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി, അതുപോലെ തന്നെ വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഈ 3 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് ഇല്ലാത്തത്. മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടും നിലവിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെയും ഇപ്പോൾ 11 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. അതുപോലെ തന്നെ 3 ജില്ലകളിൽ നാളെയും ഓറഞ്ച് അലർട്ട് ഉണ്ട്. പക്ഷെ നാളെ ഓറഞ്ച് അലർട്ട് ഉള്ളത് വടക്കൻ ജില്ലകളിലാണ്. കോഴിക്കോട്, കണ്ണൂർ, അതുപോലെ തന്നെ വയനാട് ഈ 3 ജില്ലകളിലാണ് നാളെ ഓറഞ്ച് അലർട്ട് ഉള്ളത്. അതിനടുത്ത 2 ദിവസം സംസ്ഥാനത്തെ 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് ഉള്ള ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിൽ കൂടുതൽ മഴ ലഭിക്കും എന്നുള്ള കാര്യം, പ്രത്യേകിച്ച് അടുത്ത മാസം 1-ാം തീയതി തെക്കൻ ജില്ലകളിൽ കൂടുതൽ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നുകൂടി കാലാവസ്ഥാ വകുപ്പ് എന്തായാലും വ്യക്തമാക്കുന്നുണ്ട്. ശ്രുതി, നിലവിലിപ്പോൾ മത്സ്യബന്ധന തൊഴിലാളികൾക്കൊന്നും തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. പക്ഷേ നാളെ മുതൽക്ക് ഓഗസ്റ്റ് 2 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി എന്തായാലും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മഴ മാത്രമല്ല, 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ശ്രുതി, ഛത്തീസ്ഗഡിന് മുകളിലായിട്ട് ഒരു തീവ്ര ന്യൂനമർദ്ദം നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ സ്വാധീന ഫലമായിട്ടാണ് മഴ. എന്തായാലും കേരളത്തിൽ ആശ്വാസമാണ്. ഇപ്പോൾ കറണ്ടിന്റെ കാര്യത്തിലടക്കം നമ്മൾ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. അപ്പോൾ വലിയൊരു മഴ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഡാമുകളിലെ അടക്കം ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ശ്രുതി ഇപ്പോൾ എന്തായാലും മനസ്സിലാക്കുന്നത്. ശരി, ഓക്കെ, വ്യക്തമാണ്. സ്വന്തന സാജുവാണ് വിശദാംശങ്ങൾ നൽകിയത്.